ഹൗസ് ഓഫ് പാഷൻ്റെ ജസ്റ്റ് ന്യൂ സെഗ്മെൻറ്റിൽ ഇന്ന് ഞാൻ കുറച്ച് ടിപ്സ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. കുറച്ച് കിച്ചൺ ടിപ്സ്. ഇന്ത്യൻ അടുക്കളകൾ, പ്രത്യേകിച്ച് കേരളത്തിലെ വീടുകളിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ അല്പം ശ്രമകരമായ ജോലിയാണ്. സമയം ലാഭിക്കാനും അടുക്കള കൂടുതൽ ചിട്ടയുള്ളതാക്കാനും സഹായിക്കുന്ന കുറച്ച് ടിപ്സാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൽ പ്ലാനിങ്ങും പ്രെപ്പും. അതായത് ആഴ്ചയിൽ ഒരിക്കൽ പച്ചക്കറികൾ വാങ്ങി വൃത്തിയാക്കി വയ്ക്കുന്നത് സമയം വളരെയധികം ലാഭിക്കാം. ഒരു ടിപ്പ് പറയുകയാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി നമുക്ക് മുൻകൂട്ടി തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. തേങ്ങ ചിരകി വെക്കുന്നതും അതുപോലെ തന്നെ കറിവേപ്പില കഴുകി ഉണക്കി ടിന്നിലാക്കി വെക്കുന്നതും പാചകം നമുക്ക് വേഗത്തിലാക്കാനായിട്ട് സഹായിക്കും. രണ്ടാമതായിട്ട് അടുക്കളയിലെ സ്പേസ് വിനിയോഗമാണ്. നമ്മുടെ അടുക്കളയിൽ സാധനങ്ങൾ കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ അവ അടുക്കി വെക്കാനായിട്ട് വെർട്ടിക്കൽ സ്റ്റോറേജ് രീതികൾ നമുക്ക് ഉപയോഗിക്കാം. അതായത് കൂടുതൽ ഉപയോഗിക്കുന്ന ഉപ്പ്, മുളക്, വെളിച്ചെണ്ണ എന്നിവയെല്ലാം നമുക്ക് കയ്യെത്തുന്ന ദൂരത്ത് വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജനങ്ങൾ, നമ്മുടെ സ്പൈസസ് ഒരുപോലെയുള്ള സുതാര്യമായ കുപ്പികളിലാക്കി നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് മൂന്നാമതായിട്ട് പറയാൻ പറ്റുന്നതാണ് സ്മാർട്ട് ക്ലീനിങ്. സ്മാർട്ട് ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാചകം കഴിഞ്ഞ ശേഷം വൃത്തിയാക്കാൻ നിൽക്കാതെ പാചകത്തിന് ഇടയിൽ തന്നെ പാത്രങ്ങൾ കഴുകുന്ന രീതി ശീലിക്കാം. അതായത് കറികൾ നമ്മൾ അത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കട്ടിംഗ് ബോർഡൊക്കെ നമുക്ക് കഴുകി വെക്കാം. അതുപോലെ കൗണ്ടർ ടോപ്സ് എല്ലാം എപ്പോഴും തുടച്ച് വൃത്തിയാക്കുന്നത് നമ്മുടെ രാത്രിയിലെ ജോലിഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കും. നമ്മുടെ നാലാമതായിട്ട് പറയാനുള്ളത് നമ്മുടെ മണവും കറയും കളയാൻ സ്വാഭാവികമായ വഴികൾ ഇന്ത്യൻ പാചകത്തിൽ സാധാരണയായിട്ട് ഇന്ത്യൻ പാചകത്തിൽ എണ്ണയും മസാലയും കൂടുതലായതുകൊണ്ട് കറകളും മണവും മാറാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ സിങ്ക്, മിക്സി ജാറ് എന്നിവയിലെ മണം മാറാൻ നാരങ്ങാത്തൊണ്ട് അല്ലെങ്കിൽ വിനാഗിരി ഉപയോഗിക്കാം നമുക്ക്. അത് വെച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആയിരിക്കും. അതുപോലെ പ്ലാസ്റ്റിക് പാത്രങ്ങളിലെ മഞ്ഞൾ, കറ അതൊക്കെ മാറ്റാനായിട്ട് നമുക്ക് വെയിലത്ത് വെക്കുന്നത് വളരെയേറെ ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഫിഫ്ത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. അതായത് അടുക്കളയിലെ മാലിന്യങ്ങൾ അപ്പോൾ തന്നെ തരംതിരിച്ച് വെക്കുന്നത് അത് സഹായിക്കും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറി അവശിഷ്ടങ്ങൾക്കായിട്ട് നമുക്ക് സിങ്കിനടുത്ത് ഒരു ചെറിയ ബിൻ വെക്കാം. അതുപോലെ ചായപ്പൊടി, പച്ചക്കറി വേസ്റ്റ് ചെടികൾക്ക് വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് അടുക്കളയിൽ ദുർഗന്ധം വരുന്നത് തടയാനായിട്ട് നമ്മെ സഹായിക്കുന്നതാണ്.